ഗുഡ് മോർണിംഗ്. അങ്ങനെ ഇന്ന് 5th ഡേ ആണ് കേട്ടോ ജപ്പാനിൽ. ഇപ്പം നമ്മൾ രാവിലെ നേരത്തെ 8:45 നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് നമ്മൾ ടോക്കിയോട് വിട പറയുകയാണ്. നമ്മുടെ കംഫർട്ട് ഹോട്ടലിനോട് നമ്മൾ വിട പറയുകയാണ്. നമ്മുടെ കാറ് വന്നു. ഇന്ന് നമ്മൾ പോകുന്നത് ക്യോട്ടോ. അപ്പോൾ അത് മാത്രമല്ല, ഇന്നത്തെ മെയിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് ടൈം ബുള്ളറ്റ് ട്രെയിൻ എക്സ്പീരിയൻസ് ആണ്. നമ്മൾ ബുള്ളറ്റ് ട്രെയിനിനാണ് ടോക്കിയോന്ന് നമ്മൾ ക്യോത്തോയിലേക്ക് പോണത്. 2 പ്രാവശ്യം പോകുന്നുണ്ട്. അത് കഴിഞ്ഞാൽ ക്യോത്തോന്ന് ഒസാക്കയിലേക്ക് പിന്നെയും ബുള്ളറ്റ് ട്രെയിൻ. അപ്പോൾ 2 ബുള്ളറ്റ് ട്രെയിൻ ഉണ്ട്. സോ ഫസ്റ്റ് ടൈമാണ്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് വേഗം പോവാം. അങ്ങനെ കറക്റ്റ് ടൈം ആകുമ്പോൾ തന്നെ നമ്മുടെ വണ്ടിയും കാര്യങ്ങളൊക്കെ ടാക്സിയൊക്കെ കറക്റ്റ് ടൈമിൽ വരും കേട്ടോ. അങ്ങനെ 4 days നമ്മൾ ടോക്കിയോയിലുണ്ടായിരുന്നു. ഈ ഒരു ഹോട്ടൽ ഭയങ്കര അടിപൊളിയായിരുന്നു. ഒരു ഏരിയ അതെ കേട്ടോ, വിട്ടു പോകാൻ തോന്നുന്നില്ല എന്ന് പറയില്ല, അത്ര നല്ല ഏരിയയും ക്ലൈമറ്റൊക്കെ ആയിരുന്നു. അപ്പം നമുക്ക് ഈ ഒരു ഫുൾ ട്രിപ്പ് നമുക്ക് അറേഞ്ച് ചെയ്തത് നമ്മുടെ ട്രാവൽ പാർട്ട്ണറായിട്ടുള്ള വോണ്ടർ ഓൺ ആണ് കേട്ടോ. അപ്പോൾ അവർ ഇൻ്റർനാഷണൽ ട്രിപ്പും ഉണ്ട്, ഇന്ത്യയിലും എല്ലായിടത്തും എടുക്കുന്നുണ്ട്. സോ അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. സോ എന്തെങ്കിലും ഇതുള്ളവർക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഏറ്റവും നല്ല ബെസ്റ്റ് ഡീലാണ് കേട്ടോ അവർ നമുക്ക് തരിക. അങ്ങനെ നമ്മളിതേ ടോക്കിയോ സ്റ്റേഷനിലെത്തി. ഇവിടെ നിന്നാണ് നമ്മൾ ബുള്ളറ്റ് ട്രെയിനിൽ പോകുന്നത്. ഫസ്റ്റ് ടൈം ബുള്ളറ്റ് ട്രെയിനിൽ പോകാനുള്ള എക്സൈറ്റ്മെൻറ്റ് കേട്ടോ. ബുള്ളറ്റ് ട്രെയിനിൻ്റെ അവിടെ നമ്മൾ നേരത്തെ എത്തി. ഒരു അരമണിക്കൂർ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു ഷോപ്പിൽ കയറി ഷോപ്പിംഗ് ചെയ്തു. ഒരു 5% പോലും നമ്മൾ എത്തിയിട്ടില്ല ഷോപ്പിൽ. ഇവിടുത്തെ ബ്യൂട്ടി ആൻഡ് സ്കിൻ കെയർ ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല കേട്ടോ എന്താ പറയണ്ടത്. നമ്മൾ ഇതിൻ്റെ ഒരു 5% പോലും കവർ ചെയ്തില്ല. അപ്പോഴേക്കും 9:40. ഇനി നിന്നാൽ ബുള്ളറ്റ് ട്രെയിൻ മിസ്സാവും. ഒരു അടിപൊളി ലിപ് ഗ്ലോസ്, ലിപ്സ്റ്റിക്ക്, സമയം പക്ഷെ കുറേ വേണം. ഇവിടെ എന്താ വെച്ചാൽ സ്റ്റാഫുകളില്ല, ഒക്കെ സെൽഫ് സെർവില്ല. അപ്പോൾ നമ്മുടെ ഷെയ്ഡ് ഒന്നാമത് ഭാഷ മനസ്സിലാവില്ല. പിന്നെ അത് നോക്കി നമ്മുടെ ഷെയ്ഡൊക്കെ നോക്കി വരുമ്പോഴേക്കൊക്കെ ഇവിടുത്തെ സ്കിൻ ടോണിനുള്ള ഷെയ്ഡാണ്. അപ്പോൾ നല്ല ബുദ്ധിമുട്ടാണ്. മറ്റേതാകുമ്പോൾ നമുക്ക് ഏത് ഷെയ്ഡ് മനസ്സിലാവും എന്നൊക്കെ നമ്മുടെ നാട്ടിലാവുമ്പോൾ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും. ഇവിടെ ആരും ഇല്ലാത്ത കാരണം നമുക്ക് നല്ല ടൈം വേണം. അതൊരു പ്രശ്നമാണ്. ഇത്രയും നേരം നിന്നിട്ട് ആകെ ഇതാണ് എടുക്കാൻ പറ്റുള്ളൂ. എനിക്ക് നല്ല ടിർട്ടിർ ഫൗണ്ടേഷൻ പോലത്തെ നല്ല ഗ്ലാസ് സ്കിൻ ഫൗണ്ടേഷനും കോമ്പാക്ട് പൗഡറൊക്കെ ഉണ്ട്. പക്ഷെ എനിക്കത് കിട്ടണില്ല, കാരണം അതിൻ്റെ ഷെയ്ഡ് നല്ല ബുദ്ധിമുട്ടാണ്. ചോദിക്കാനാണെങ്കിൽ ആരുമില്ല. നോക്കാം, വേറെ എവിടെയെങ്കിലും കിട്ടും. ഇപ്പം നമുക്ക് പോവാം. സത്യം പറഞ്ഞാൽ നമ്മുടെ റെയിൽവേ സ്റ്റേഷനൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ എല്ലായിടത്തും, നാട്ടിലെന്നല്ല എല്ലായിടത്തെയും ഒരു എയർപോർട്ടിനേക്കാളും വെല്ലുന്ന രീതിയിലാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ഷിൻകാൻസൻ വന്നു. ബുള്ളറ്റ് ട്രെയിൻ ഇവിടെ പറയുന്ന പേര് ഷിൻകാൻസൻ എന്നാണ്. നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറിയിരുന്നു. എന്ത് രസമല്ലേ കാണാൻ. ശരിക്കും ഫ്ലൈറ്റിൽ പോകുന്ന പോലെ തന്നെയാണ്. ആ ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഉണ്ട്. മേലെ ഇതുപോലെ നമുക്ക് പെട്ടി വയ്ക്കാം. അതെല്ലാം മേലേക്ക് വരണ്ടെങ്കിൽ ഈ സൈഡിൽ നമുക്കിങ്ങനെ പെട്ടി വയ്ക്കാം. ഉള്ളിലേക്ക് കയറ്റേണ്ട വലിയ പെട്ടിയൊക്കെ ആണെങ്കിൽ സൈഡിൽ വയ്ക്കാം. നല്ല കാഴ്ചകൾ, നഗരക്കാഴ്ചകളും ഗ്രാമക്കാഴ്ചകളും ഒക്കെ. കാരണം 320 km/h ആണ് ആ സ്പീഡ് വരുന്നത്. അപ്പോൾ അതായത് നമ്മുടെ മുംബൈയിൽ നിന്ന് ബാംഗ്ലൂരിലേക്കുള്ള ദൂരം നമ്മൾ 3 hours എത്തുന്ന പോലെയാണ്. പക്ഷെ ഒരു കുലുക്കമോ, നമ്മൾ റീൽസിലൊക്കെ ഉണ്ട്, ഒരു കോയിൻ അങ്ങനെ നിർത്തിയ കോയിൻ വീഴ പോലും ഇല്ല എന്ന് പറയില്ലേ, അങ്ങനെയാണ്. അത്രയും സ്മൂത്താണ് ബുള്ളറ്റ് ട്രെയിൻ കേട്ടോ. അങ്ങനെ നമ്മൾ ക്യോട്ടോയിലെത്തി. സോ ദേ പോയതാണ് നമ്മുടെ ബുള്ളറ്റ് ട്രെയിൻ. ഇപ്പോൾ നമ്മൾ ക്യോട്ടോ അവിടേക്ക് എത്തിയിട്ടുണ്ട്. സോ ഇവിടെയാണ് നമ്മുടെ ഹോട്ടൽ കേട്ടോ. ഇതാണ് നമ്മുടെ ഹോട്ടൽ കിയാൻ ഗ്രാൻഡ്. ഇതാണ് നമ്മുടെ ഹോട്ടൽ. സോ ഇവിടുന്ന് ജസ്റ്റ് അങ്ങോട്ട് ക്രോസ് ചെയ്യാൻ വേണ്ടി. ഇവിടെ ഫുള്ള് ഹോട്ടൽ തന്നെയാണ്. ഉച്ചയ്ക്ക് 12:30 ആയിട്ടുള്ളൂ, പക്ഷെ നല്ല തണുപ്പുണ്ട്, അടിപൊളി. സോ ബുള്ളറ്റ് ട്രെയിൻ എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. ഇത് ഫുള്ള് ഇത് തലങ്ങും വിലങ്ങും നമ്മുടെ ബോംബെയിലെ ലോക്കൽ ട്രെയിൻ പോണ പോലെ തലങ്ങും വിലങ്ങും ബുള്ളറ്റ് ട്രെയിൻ ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. അതിൻ്റെ ഉള്ളിലും അതെ, ശരിക്കും ഫ്ലൈറ്റിലിരിക്കുന്ന പോലെ, അതിനേക്കാൾ സുഖം എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ നല്ല രസമുണ്ട്. ഫുഡൊന്നും കിട്ടില്ല. അപ്പോൾ ഫുഡൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഭക്ഷണമൊക്കെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയിട്ട് ഉള്ളിലേക്ക് കൊണ്ടുവരണം. അങ്ങനെ റോഡ് ക്രോസ് ചെയ്തപ്പോൾ തന്നെ നമ്മുടെ ഹോട്ടലെത്തി. അത്രയും അടുത്തായിരുന്നു, നടന്നു വരാനുള്ള ദൂരേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. നല്ല അടിപൊളി ഹോട്ടലാണ്. അപ്പോൾ എന്തായാലും നമ്മളിതാ ചെക്കിനൊക്കെ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് റൂമിൻ്റെ ഉള്ളിലേക്ക് കയറാം. അപ്പോൾ നമ്മുടെ ഒരു റൂം ടൂർ ഒന്ന് കണ്ടാലോ നമ്മുടെ ഹോട്ടലിൻ്റെ. വെൽക്കം ടു ക്യോട്ടോ ഹോട്ടൽ റൂം. വിശാലമായ 3 റൂമുകൾ, 3 ബെഡുകൾ ഉള്ള റൂം. അടിപൊളി. അവിടെ നമുക്ക് 2 റൂം തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞേ, ഒരു റൂം എന്ന് പറഞ്ഞാൽ കുറച്ച് ഇത് അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് അല്ലേ, വലിയ റൂമാട്ടോ. റൂമിൽ ഡ്രസ്സൊക്കെ ഉണ്ട്. നമ്മൾ കുബേരൻ സിനിമയിലെ ദിലീപിനെ പോലെ ആയിരുന്നു ഞങ്ങൾ ഇത്ര ദിവസം. രാത്രി എവിടെ കുബേരൻ്റെ ഡ്രസ്സ് എവിടെ ഒരു അതിന് രാജാവിൻ്റെ ഡ്രസ്സ് പോലെ കണ്ടിട്ട് നല്ല രസമായിരുന്നു. ഇതിപ്പോൾ നല്ല വലിപ്പമുണ്ട് മറ്റേ റൂമിനെ കമ്പയർ ചെയ്യുമ്പോൾ. അതും അടിപൊളി റൂം തന്നെയായിരുന്നു. വ്യൂ എന്താ അറിയോ, ഐ തിങ്ക് എനിക്ക് തോന്നുന്നു, അല്ല ഇവിടുത്തെ വ്യൂ എന്താണെന്ന് അറിയില്ല, നമ്മുടെ ലിഫ്റ്റിലെ വ്യൂ സ്റ്റേഷനാണോ? ഇത് സ്റ്റേഷനല്ല, ഇത് ലിഫ്റ്റ് എന്നുള്ള വ്യൂ ബുള്ളറ്റ് ട്രെയിനിന്റെ സ്റ്റേഷനാണ്. ഇതാണ് നമ്മുടെ റൂം. ഇനി ബാത്റൂം ഒന്ന് പോയി നോക്കാം.
ഇവിടെ ശരിക്കും പറഞ്ഞാൽ എ സിയുടെ ഒന്നും ആവശ്യം, എ സി ഒന്നും ഞങ്ങൾ ഇട്ടിട്ടേ ഇല്ല കേട്ടോ. വന്നിട്ട് ഒരൊറ്റ ദിവസം പോലും നല്ല തണുപ്പായിരുന്നു. ബാത്റൂം പിന്നെ അവിടുത്തെ അതേപോലെ തന്നെ. ബാത്ടബൊക്കെ പിന്നെ വളരെ ചെറുതാണ് ഉണ്ടാവുക. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം ഈ ബാത്റൂമാണ്. എനിക്ക് എന്താണെന്നറിയില്ല ഇവിടുത്തെ ബാത്റൂം എന്താ കാരണം അറിയാം, ഫുൾ സെറ്റപ്പാണ്. ഞാൻ മുന്നത്തേൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നല്ല വാമായിട്ടായിരിക്കും ഇരിക്കാനുള്ള സ്ഥലം. അതിങ്ങനെ ചൂടാവും. പിന്നെ പല ആംഗിളിൽ നിന്നും വെള്ളം വരാം. നമുക്ക് എവിടെ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ അവിടെ വെള്ളം ഒഴിക്കാം. നമ്മൾക്ക് എന്താണ് ഇത് ഓരോ സ്വിച്ച് അമർത്തിയാൽ പിന്നിൽ വേണോ മുന്നിൽ വേണോ സൈഡിൽ കൂടെ വേണോ, നല്ല ഹോട്ട് വാട്ടർ വേണോ, നല്ല രസമാണ്. ഇതെനിക്ക് കുറേ പോയപ്പോഴും ഭയങ്കര ഇഷ്ടപ്പെട്ട സംഭവം. ഞാൻ രമേശേട്ടനോട് പറയുന്നു, പുതിയ വീട്ടിൽ ഇങ്ങനത്തെ ഒരു 3 ക്ലോസറ്റിൻ്റെ സെറ്റപ്പായിരുന്നു വാങ്ങേണ്ടിയിരുന്നു. ഭയങ്കര രസം. ഇതിപ്പോൾ ഇവിടെ ഇങ്ങനെ ചില സ്ഥലത്തേക്ക് പോകുമ്പോൾ 2 സൈഡിലും നിറയെ ഉണ്ടാവും. അതിൽ എത്ര ടൈപ്പ് വേണം, പ്രഷർ കൂട്ടണം പ്രഷർ കുറയ്ക്കണം, പല ടൈപ്പാണ്. ഇത്ര പോകുന്ന മറ്റേ ഇതുപോലെയാണ്. മിത്തുവാണെന്നുണ്ടെങ്കിൽ കയറിയ പുറത്തേക്കായിരുന്നു, കാരണം അവൾക്ക് ഇത് ഫുള്ള് ചെയ്യാൻ. പിന്നെ ഏറ്റവും രസമായിട്ടുള്ളത് ഞാൻ പറഞ്ഞില്ലേ, അത് ഇവിടെ ഇതിലില്ല, എയർപോർട്ടിലൊക്കെ ഉള്ളതിൽ പ്രൈവസി എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അത് വല്ലവരും ഇപ്പോൾ നമ്മൾ ഓൾറെഡി ലോക്ക് ചെയ്യാം, എന്നാലും വല്ലവരും വരുമ്പോൾ അതൊന്ന് തുറക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ തുറക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പ്രൈവസി അമർത്തി കഴിഞ്ഞാൽ തന്നെ ഫ്ലഷ് ആവണ ശബ്ദം വരും. ഫ്ലഷ് ആവില്ല, നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഇരിക്കില്ല, അപ്പോൾ ആളുണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടി. നല്ല രസമല്ലേ? നല്ല രസകരമായ ആചാരങ്ങളൊക്കെയാണ് ഉള്ളത്. നമ്മൾ 2 days ഉള്ളൂ ഇവിടെ. അയ്യോ 2 days ഉള്ളൂ ഇവിടെ. 2 അല്ല 3 days. 3 days and 2 nights. ഇന്ന് മിത്തുവിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഏരിയയാണ് ബാത്റൂമിൽ. ഇന്ന് പുതിയ സിസ്റ്റം എന്തൊക്കെയാണ്, സെറ്റപ്പ് എന്തൊക്കെയാണെന്ന് അന്വേഷിക്കലാണ് മിത്തുവിൻ്റെ മെയിൻ പരിപാടി. അപ്പോൾ ഈവനിങ്ങിൽ നമ്മൾ ഞാൻ പറയില്ലേ കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് നമ്മളിപ്പോൾ നടക്കാൻ ഇറങ്ങുകയാണ്. ഇവിടെ ഒരു മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ അതിന് മുന്നേ ഇവിടെ ചായ കുടിക്കാൻ ചായയല്ല കഫേ ലാറ്റ് കുടിക്കാൻ വന്നതാണ്. യെസ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്കിതാ ഒന്ന് നടന്നു നോക്കാം. പുറത്ത് നല്ല കാറ്റുണ്ട്. ഇവിടെ നല്ല രസമുണ്ട് കേട്ടോ. ഇവിടുത്തെ സിസ്റ്റം തന്നെ വേറെയാണ്. നമുക്ക് ബ്രഷ് മുതൽ വെള്ളം മുതൽ ഹോട്ടൽ കണ്ടോ, നല്ല അടിപൊളി ഹോട്ടലാട്ടോ. അയ്യോ പുറത്തത്തെ തുറന്നപ്പോൾ തന്നെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ നമ്മൾ എൻട്രൻസിലാണ് റൂമിലേക്കുള്ള സാധനങ്ങളൊക്കെ വെച്ച് നമ്മൾ എടുത്തുകൊണ്ടുപോകണം. അവിടെ അതല്ലാതെ റൂമിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു മുന്നത്തെ ഹോട്ടലിൽ. വെള്ളം, ടൂത്ത് ബ്രഷ്, പിന്നെ നമുക്ക് കൈ തുടയ്ക്കാനുള്ളത്, നമുക്ക് ബാത്ത് ടബിൽ കിടക്കുമ്പോഴുള്ള ബാൻഡ്, ക്രാബ് ക്ലിപ്പ്, ഷേവ് ചെയ്യാനുള്ള സാധനങ്ങൾ, പിന്നെ ബോഡി വാഷ്, പിന്നെ ഇത് എന്താ പറയുക ഇയർബഡ്സ്, പിന്നെ ഈ വക സാധനങ്ങൾ. എന്ത് ടൈപ്പ് ഓഫ് കോഫി വേണോ, മാച്ച വേണോ, അത് വേണോ, ഇത് വേണോ, എന്ത് വേണമെങ്കിലും നമുക്ക് എടുത്ത് കൊണ്ടുപോയി ഉണ്ടാക്കാം. അങ്ങനെ. പിന്നെ ബീവറേജൊക്കെ കോംപ്ലിമെൻ്ററി ആണ് 8 മണി വരെ. നമ്മുടെ മുന്നത്തെ ഹോട്ടലിൽ എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ രാത്രി എനിക്ക് തോന്നുന്നു 11 മണി വരെയൊക്കെ കോംപ്ലിമെൻ്ററി ആയിരുന്നു. അതിൽ സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനത്തെ കുറേ ഫെസിലിറ്റീസ് ഉണ്ട് കേട്ടോ അവിടെ. നല്ല ഏരിയ കേട്ടോ, നല്ല കാറ്റ്. എൻ്റെ അമ്മ പുറത്തേക്ക് ഇറങ്ങിയ ഒരു ഫോട്ടോ കിട്ടില്ല, ഈ കാറ്റ് കാരണം മുടി ഇങ്ങനെ കിടന്ന്. ഈ ഡ്രസ്സൊന്നും മതിയാവില്ല കേട്ടോ. ഞാൻ ഈ സ്റ്റൈലായി സ്പ്രിങ് അല്ലേ, നല്ല ഭംഗിയുള്ള വീഡിയോസ് കിട്ടൂലോ എന്നൊക്കെ പറഞ്ഞ് എല്ലാ ഡ്രസ്സും ഇങ്ങനത്തെ എടുത്തു വെച്ചത്. പക്ഷേ പ്രോപ്പർ ജാക്കറ്റ് വേണം. ജാക്കറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്, പക്ഷേ ഈ ഡ്രസ്സിൻ്റെ കൂടെ ഒന്നും ഒരു ഭംഗി ഉണ്ടാവില്ല. എന്നിട്ട് ഞാൻ അത് എടുക്കും, രമേശേട്ടന് കൊടുക്കും, വീഡിയോ എടുത്തു കഴിഞ്ഞാൽ അത് എടുത്തിടും. അങ്ങനെ നല്ല തണുപ്പുണ്ട്, അത്യാവശ്യം തണുപ്പുണ്ട്. മീൻസ് ഇവിടെ ഉള്ളവർക്ക് ആ തണുപ്പ് എത്രത്തോളം ഉണ്ടാവും അറിയാം, നമുക്ക് നല്ല തണുപ്പായിട്ട് ഫീൽ ചെയ്യും. ഇന്ന് എൻ്റെ ഫുൾ സാധനങ്ങൾ ബ്ലഷും മേക്കപ്പും ഒക്കെ നമ്മുടെ ജപ്പാനിലെ പ്രോഡക്റ്റ് വെച്ചിട്ടാണ്. പക്ഷേ ഒരു ഫൗണ്ടേഷനും പൗഡറും മാത്രം കിട്ടിയില്ല. ഇവരുടെ കളറിന് പറ്റിയ സംഭവമാണ്, അത് നമുക്ക് ഒട്ടും മാച്ച് ആവില്ല. അതെടുക്കാൻ കുറച്ച് പണിയുണ്ട്. അപ്പോൾ ബ്ലഷ് എന്ത് അടിപൊളി അറിയാം, ലിപ്സ്റ്റിക്കും ലിപ് ഗ്ലോസും ഒക്കെ അവരുടെ കേട്ടോ. എങ്ങനെയുണ്ടെന്ന് പറയണേ, അടിപൊളിയല്ലേ, നല്ല സൂപ്പർ. അതും രാവിലെ ഇട്ടാൽ വൈകുന്നേരം വരെ അതുപോലെ തന്നെ ഉണ്ട്. പിന്നെ ക്ലൈമറ്റും അടിപൊളിയല്ലേ, ഫ്രഷ് അല്ലേ എപ്പോഴും. രാവിലെ എന്തെങ്കിലും ചെയ്താൽ വൈകുന്നേരം വരെ വേർക്കാത്ത കാരണം നല്ല സൂപ്പറായിട്ടിരിക്കും. ദോശയും സാമ്പാറും വേണത്ര അമ്മ, ദോശയും സാമ്പാറും വേണം. അമ്മ ദോശയും സാമ്പാറും മടുത്ത്. എന്തായിരുന്നു ആദ്യത്തെ 2 ദിവസമൊക്കെ, 5ാമത്തെ ദിവസം ആകുമ്പോഴേക്കും മടുത്ത്. എനിക്ക് ഒരു ഇന്ത്യൻ ഫുഡ് തരുമോ? അത് എനിക്ക് ദോശയും സാമ്പാറും ഉണ്ടാക്കി തരാം വീട്ടിലെത്തിയിട്ട്. 4 ദിവസത്തിൽ കൂടുതൽ ചോറും ഇഡ്ഡലിയും ദോശയൊന്നും കഴിച്ചില്ലെങ്കിൽ മാനസിക പ്രശ്നമാണ്. നിഷിക്കി മാർക്കറ്റാണ് ക്യോട്ടോയിലെ. മിത്തുകുട്ടി കണ്ടുപിടിച്ച മാർക്കറ്റാണ് ഇന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട്. കാണുമ്പോൾ തന്നെ നല്ല മിത്തുകുട്ടി കണ്ടുപിടിച്ച മാർക്കറ്റാണ്, ഇന്ന് കണ്ടുപിടിച്ച മാർക്കറ്റാണ്. ഞങ്ങൾ ആക്ച്വലി ഉണ്ടല്ലോ നാട്ടിൽ നിന്ന് വരുമ്പോൾ പറയും ഷോപ്പിംഗ് ഒന്നും വേണ്ട. പക്ഷെ വരുന്ന സ്ഥലം മുഴുവൻ ഷോപ്പിങ്ങിൻ്റെ പാരഡൈസുള്ള സ്ഥലങ്ങളായിരിക്കും. പിന്നെ ഇപ്പോൾ എന്ത് ചെയ്യും?
ഷോപ്പ് ചെയ്ത് മരിക്കും നമ്മൾ. ഇതാണ് ആ മാർക്കറ്റ്. പോയേക്കാം, എന്ത് പോയേക്കാം, മൊത്തം ഫുഡ് തന്നെ. ബ്രോയിൽഡ് ഒക്ടോപ്പസ് ഇവിടത്തെ ഇതാണ് ഏറ്റവും ഇത്. ഒക്ടോപ്പസിന്റെ ഓയിസ്റ്ററിന് ഒക്ടോപ്പസ് ഹെഡിന്റെ ഉള്ളിലേ മുട്ട അങ്ങനെ പുഴുങ്ങി വെച്ചതാ. അതിങ്ങനെ കടിച്ച് ഒക്ടോപ്പസിന്റെ മുട്ട അല്ല, ഒക്ടോപ്പസിന്റെ ഹെഡിന്റെ ഉള്ളിൽ മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ടാവും. ഇവിടെ ഈ ഒക്ടോപ്പസ് അതുപോലെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഭയങ്കര, നമ്മൾ പിന്നെ അങ്ങനത്തെ ഒന്നും ട്രൈ ചെയ്യാത്തതുകൊണ്ട് ഒരു രക്ഷയില്ല. അപ്പം അങ്ങനത്തെ എന്തൊക്കെയോ വെറൈറ്റിയൊക്കെയാണ് ഇവിടെ ട്രൈ ചെയ്യേണ്ടത്. ചേട്ടൻ ട്രൈ ചെയ്യോ? ഇല്ല. എനിക്കിവിടെ വന്നിട്ട് ഏറ്റവും ഇഷ്ടമായത് എന്താ പറയുക, ഇവിടെയുള്ള എല്ലാവരുടെയും ആ ഒരു കുറച്ച് ഫാൻസിയാണ് അവരുടെ ഡ്രസ്സിങ്. പിന്നെ ഒരു ബാഗ് കണ്ട ആ ബാഗിൽ ഒരു ഇഞ്ച് സ്ഥലം ഉണ്ടാവില്ല. കീ ചെയിനുകളുടെ ഇങ്ങനത്തെയൊക്കെ വാങ്ങിച്ചിട്ട് അത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ ഞാനൊരു കുഞ്ഞ് കീ ചെയിൻ വാങ്ങിച്ച് വന്നപ്പോൾ ഇടാൻ തുടങ്ങിയതാണ്. അപ്പം ഞാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബാഗ് വാങ്ങണം, എന്നിട്ട് ആ ബാഗിൽ നിറയെ കീ ചെയിനും ഇട്ട് നടക്കണം. നമ്മുടെ നാട്ടിൽ അങ്ങനെ നടന്നാൽ എന്താവും എന്നറിയില്ല, പക്ഷേ ഇവിടെ എല്ലാവരും അങ്ങനെ നടക്കണം. ഇതൊക്കെ അതിനനുസരിച്ച് സാധനങ്ങൾ ഇതൊക്കെ ഇടും. ഇത് പെണ്ണുങ്ങളെന്ന് മാത്രമല്ല ആണുങ്ങളും ഇടും. നിറയെ ബാഗിൽ ഇങ്ങനെ തൂക്കി. അതേപോലെ ഡ്രസ്സിങ് ആണെങ്കിലും കുറച്ചൊരു ഡ്രമാറ്റിക് ടൈപ്പ്, ഒരു ഫാൻറ്റസി, അങ്ങനത്തെ ഒരു ഫാൻസി ടൈപ്പ് ഓഫ് ഡ്രസ്സിങ്ങും ചെയ്യും. നല്ല മുടിയൊക്കെ ഇങ്ങനെ നമ്മളൊന്നും അങ്ങനെ പുറത്തിറങ്ങുമ്പോൾ അത്ര അങ്ങനത്തെ ഒരുങ്ങി അങ്ങനെ നടക്കാതെ പറയില്ലേ. പക്ഷെ എന്തൊരു ഭംഗി അറിയാം കാണാൻ. എനിക്ക് നല്ല ഇഷ്ടം അങ്ങനെയൊക്കെ കാണുമ്പോൾ. 3180 yen. ജപ്പാനിലെ സ്ട്രോബെറി ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. വില ഉണ്ട്, നല്ല വില ഉണ്ട്. പക്ഷേ കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അതായത് ഭയങ്കര ടേസ്റ്റിയാണ്. നമ്മളിപ്പോൾ എത്ര പ്രാവശ്യമായി കഴിക്കണു. അടിപൊളിയാണ് കേട്ടോ. എന്തൊരു ഭംഗിയുള്ള കൊടകളാ നോക്കി. കൊടയ്ക്ക് മാത്രം ഒരു ഷോപ്പ്. ഹായ്, എന്താ ഒരു ഭംഗിയില്ലേ. 2 കുട വാങ്ങിക്കൊണ്ടായാലോ. കുടയുടെ വില നോക്കിയേ, 3000 രൂപയ്ക്കാണ് ഒരു കുടയുടെ വില. ഗ്രിൽഡ് ചിക്കൻ സ്ക്യൂവേഴ്സാണ് മോളെ. അത് ഇവിടുന്നും കഴിക്കാൻ വേണമെങ്കിൽ. എന്ത് കഴിക്കണമെങ്കിലും ഇത് വേണം. അത് മാത്രമല്ല, നമ്മളൊരു സാധാരണ മുട്ടയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് 700. പക്ഷെ ഒന്ന് കഴിച്ചു നോക്കാം. പ്ലെയിനാണ് വാങ്ങിയത്, കാരണം മിത്തുവും ബാക്കിയുള്ള ടൈപ്പ് എന്തിട്ടാലും കഴിക്കില്ല. അപ്പം മിത്തുവിനും കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ എന്തും കഴിക്കുന്ന ആളുകൾക്ക് ഇവിടെ അടിപൊളിയാണ്. ഈവൺ ഒക്ടോപ്പസ് ആയിക്കോട്ടെ, അതായിക്കോട്ടെ, ഇതായിക്കോട്ടെ. നമ്മൾ പിന്നെ എന്താ വെച്ചാൽ വളരെ സെലക്റ്റീവായിട്ട് ഇങ്ങനെ കഴിക്കുന്ന ആൾക്കാരായതുകൊണ്ട് അത്. പക്ഷെ ചിക്കനൊക്കെ ഒരു രക്ഷയില്ല കേട്ടോ. ചിക്കൻ്റെയൊക്കെ സ്ക്യൂവേഴ്സൊക്കെ ഭയങ്കര ടേസ്റ്റാണ്. ഞാൻ നിങ്ങൾക്ക് ഉണ്ടാക്കി തന്നാലോ? അതിങ്ങനെ ഉണ്ടാക്കുന്ന കേക്ക് പോലെ. ഇതിന് മാത്രമായിട്ടൊരു ഷോപ്പ്. അയ്യോ എന്തൊരു ഭംഗിയാണ്. ഇതുപോലെ തലയിൽ കെട്ടാന്. മിത്ത് നോക്ക്, ഷോപ്പ്. ഇത് സോപ്പ്. സ്വീറ്റ്സ് കണ്ടുല്ലോ നമ്മളാ ഫസ്റ്റ് ഡേ. എന്തൊക്കെ സാധനങ്ങളാ നോക്ക്. ഇതാരാ മിത്തുവര്? ഈ ഒരു സ്റ്റോർ ഒരു ലോകമാണ്. നോക്കിക്കേ എന്താ ഭംഗി ഇതിൻ്റെ ഉള്ളിൽ. അതേപോലെ ഷൂസ് ഇവിടെ. പക്ഷെ ആക്ച്വലി വില കുറവൊന്നുമില്ല കേട്ടോ. അത്യാവശ്യം നല്ല വില തന്നെയാണ്. ചീപ്പ് എന്ന് പറഞ്ഞ സംഭവമില്ലേ. പൊതുവേ അറിയാമല്ലോ, ജപ്പാൻ എന്ന് പറഞ്ഞാൽ മെയ്ഡ് ഇൻ ജപ്പാനും മെയ്ഡ് ഇൻ ചൈനയും തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് അറിയാമല്ലോ. അപ്പോൾ വില ഭയങ്കര കൂടുതലാണ്. പക്ഷേ എന്താ വെച്ചാൽ ഇതിലുള്ള ഇപ്പോൾ ഒരു ഷൂസ് ആണെങ്കിലും, ഒരു കോൺവേഴ്സിൻ്റെ ഒക്കെ ഷൂസ് നമ്മുടെ നാട്ടിൽ അതിൻ്റെ ഡിസൈൻ തന്നെ ഇല്ല. അപ്പോൾ അങ്ങനെ കൂടുതൽ ഡിസൈൻസ് ഉണ്ട്. നമ്മുടെ അതിൽ ഇവിടുത്തെ കമ്പനിയുടെ 1-2 ഡിസൈനൊക്കെയാണ് നാട്ടിൽ ഇറങ്ങിയിട്ട് തന്നെ ഉള്ളൂ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ വെറൈറ്റി ഭയങ്കര കൂടുതലാണ്. നമ്മൾ എവിടെയും കാണാത്ത കുറേ പീസുകളുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ വിലയൊക്കെ ഉണ്ട് കേട്ടോ. ഈ ഒരു സാധനത്തിനടക്കം നമ്മുടെ നാട്ടിലെ ഓൾമോസ്റ്റ് 2000 രൂപ. അതാണ് ഇവിടുത്തെ ഒരു റേഞ്ച്. പക്ഷെ നല്ല ഭംഗിയില്ലേ, നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ഒരു രക്ഷയില്ല. ക്വാളിറ്റി നമുക്ക് തുണി കാണുമ്പോഴും അതിൻ്റെ ഡിസൈൻ കാണുമ്പോഴും ശരിക്കും മനസ്സിലാവും കേട്ടോ. നല്ല ക്വാളിറ്റി ഉണ്ട്. നല്ലൊരു അടിപൊളി ഒരു ഏരിയ. എന്ത് രസം ഇങ്ങനെ കുഞ്ഞു ഗള്ളികളുടെ ഇടയ്ക്കൂടെ.
അങ്ങനെ ക്യോട്ടോയിൽ വന്നിട്ട് ഇതാ രമേശേട്ടൻ ഓനിറ്റ്സുക്ക ടൈഗർ ഇന്നലെ അത് അന്ന് എൻ്റെ കൂടെ വന്നപ്പോൾ വാങ്ങിയില്ല. അപ്പോൾ ഇന്നിപ്പോൾ അത് വാങ്ങാൻ പോവാം. ഈ കളറില്ലേ നല്ല ഭംഗിയുണ്ട് കേട്ടോ. എനിക്കിത് കണ്ടിട്ട് എടുക്കാൻ തോന്നുന്നുണ്ട്. ഞാൻ യെല്ലോ എടുത്തത്. ബട്ട് യെല്ലോ ആണ് അതിൻ്റെ രസം. പക്ഷേ ഈ കളർ നല്ല ഭംഗിയുണ്ട്. നല്ല നല്ല മാച്ച് അല്ലേ? നല്ല രസമുണ്ട് കാണാൻ. ഭയങ്കര ഭംഗി. ഇവിടെ 1 മണിക്കൂർ ക്യൂ നിൽക്കണം കേട്ടോ ഉള്ളിൽ കയറാൻ. അത്ര തിരക്ക്. ഫൈനലി രമേശേട്ടനും എൻ്റെ ബ്രാൻഡ് വാങ്ങിച്ചു. യെസ് ഒനിറ്റ്സുക്ക ടൈഗർ. പക്ഷെ എൻ്റെ കളറല്ല, വേറെ അടിപൊളി കളറാണ് വാങ്ങിയത്. യെസ് രണ്ടാമത്തെ ഷൂസാണ് വാങ്ങണേ. ഞാൻ എടുത്തില്ല എന്നായി ആക്ച്വലി. ഒനിറ്റ്സുക്ക എനിക്ക് വാങ്ങണമെന്നുണ്ട്. പക്ഷെ ഇനിയും നമ്മൾ ഒസാക്കയും കൂടെ പോകുന്നുണ്ടല്ലോ. അപ്പോൾ അവിടെ കിട്ടാം. അല്ലെങ്കിൽ എനിക്ക് ആ വാനിൻ്റെ വാങ്ങണമെന്നുണ്ട്. വാൻ. അപ്പോൾ ആ ബ്രാൻഡ്, അതും ജപ്പാനിലെ അടിപൊളി ബ്രാൻഡാണ്. വില കുറവുണ്ട് കേട്ടോ ഇവിടെ. ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടില്ല. കിട്ടുന്നില്ല ഈ സംഭവം. ഏപ്രിലാണ് കാണിക്കുന്നത്. ഏപ്രിൽ 2026 ലോഞ്ച് ചെയ്തത്. അപ്പോൾ അത് നല്ല റേറ്റിന് കിട്ടുന്നുണ്ട്. നല്ല റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ റുപ്പീസ് ഒക്കെ എത്രയാണ് നൈക്കിക്ക്? ഇത് ഓൾമോസ്റ്റ് ഒരു 7,000 റുപ്പീസ് ഉണ്ട്. പക്ഷെ അത് നാട്ടിലേക്ക് തോന്നുന്നത് 10,000-12,000 ആ റേഞ്ചിലുണ്ടോ. ഒനിറ്റ്സുക്ക ടൈഗർ പിന്നെ ഇവിടെ ആൾക്കാർ പ്രാന്ത് പിടിച്ച് നടക്കുക. ഓരോരുത്തരും തന്നെ 3-4 വാങ്ങിക്കൊണ്ടുണ്ട്. ഇതിന്റെ ഒനിറ്റ്സുക്ക ടൈഗറിന്റെയും നമ്മൾ ഇപ്പൊ മേടിച്ച പ്രകാരം നാട്ടിൽ 6,000-7,000 രൂപ ഉണ്ട്. പക്ഷെ നാട്ടിൽ പോയിട്ട് ഇത് മേടിക്കാന്ന് വെച്ചാൽ 15,000 രൂപയുടെ വരെ ഉണ്ട് തോന്നുന്നു. ഡിപ്പെൻസ് ഓൺ ഏതാണ്. പക്ഷേ അതിൻ്റെ പുതിയ വെറൈറ്റികളും നാട്ടിൽ ഇറങ്ങിയിട്ടില്ല. കുറേയൊക്കെ ലേറ്റസ്റ്റ് മോഡലുണ്ട് ഇവിടെ. ഇപ്പം നമ്മൾ വാങ്ങിയതൊക്കെ ഉണ്ടാവും. അപ്പം നമുക്ക് പോയാലോ? എൻ്റെ മറ്റേതും കൂടെ നോക്കണം എനിക്ക്. ഫൈനലി ഇന്നത്തെ ക്യോത്തോൻ്റെ ഷോപ്പിംഗ് കഴിഞ്ഞു. എൻ്റെ കുറേ കാലമായിട്ടുള്ള ഒരു ആഗ്രഹവും സാധിച്ചു. അത് എന്താണെന്ന് വെച്ചാൽ ഫൈനലി ഞാനൊരു LVയുടെ ബാഗ് അങ്ങോട്ട് വാങ്ങിച്ചു. അതിൻ്റെ ഞെട്ടലും ക്ഷീണവും മാറാത്ത കാരണം ഞാൻ അധികം സംസാരിക്കാത്തത്. കുറേ കാലമായിട്ട് വിചാരിച്ചതായിരുന്നു ഗൂച്ചി അല്ലെങ്കിൽ ഒരു ബ്രാൻഡഡ് ബാഗ് വാങ്ങണം എന്നുള്ള. ഒരു ചാൾസ് ആൻഡ് കീത്തിൻ്റെ ഒരു ബ്രാൻഡിൻ്റെ ഒരു ഫസ്റ്റ് ബ്രാൻഡ് എന്നുള്ള രീതിയിൽ രമേശേട്ടൻ സിംഗപ്പൂരിൽ നിന്ന് എനിക്കൊന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതല്ല, എനിക്ക് എൻ്റെ പൈസ കൊണ്ട് ഒരു ബ്രാൻഡഡ് ബാഗ് വാങ്ങണം എന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ കോച്ച് മുതൽ മൈക്കിൾ കോഴ്സ് മുതൽ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ചിലപ്പോൾ യോഗ ഇതിനായിരിക്കും. ഫൈനലി ഒന്നും നോക്കിയില്ല. LVയുടെ ബാഗ് ചെറിയൊരു ബാഗാട്ടോ. ചെറിയ ബാഗാണ് എന്നെ കൊണ്ട് പറ്റുള്ളൂ. അത് ഞാൻ അവിടെ ചെന്നിട്ട് ഇതൊക്കെ ഫുൾ പാക്ക് ചെയ്തിട്ടല്ലേ, അത് ഫുൾ പാക്ക് ചെയ്തു. അത് ഇനി പുറത്തേക്ക് എടുക്കാന്ന് പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഞാൻ അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം. ഒരു കുഞ്ഞ് ഹാൻഡ് ബാഗാണ്. ഇപ്പം അതാണ് എന്നെ കൊണ്ട് വാങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വാങ്ങി ഫൈനലി LVയുടെ ഒരു ബാഗ്. ഇങ്ങനൊരു വേദന എന്താ അറിയില്ല. സ്വന്തം പൈസ പോകുമ്പോൾ വല്ലാത്തൊരു വിഷമമാണ്. ബട്ട് ഞാൻ പറഞ്ഞില്ല, എനിക്ക് കുറച്ച് ബ്രാൻഡ് ഇഷ്ടമുള്ള ആളാണ്. അപ്പം ഞാൻ ഇങ്ങനെ കുറേ കാലമായിട്ട് ആഗ്രഹിച്ച ഒന്ന് ഈ ഒരു ബ്രാൻഡഡ് ഇങ്ങനത്തെ ഒരു ഷൂസ്, ഒരു ബാഗ്, പിന്നെ ഒരു ബ്രാൻഡഡ് വാച്ച് ഉണ്ട്. ഭയങ്കര ബ്രാൻഡാണ്. പക്ഷേ അതിനി അടുത്ത വർഷം, ഈ വർഷം എനിക്കിനി ബഡ്ജറ്റില്ല. അതും കൂടെ വാങ്ങണം. അത് 2027 നോക്കാം. ഒരു റാഡോൻ്റെ വാച്ചാണ്. വേണമെങ്കിൽ വാങ്ങാം, പക്ഷേ നെക്സ്റ്റ് 2027 വാങ്ങാം. യെസ്, ഞാൻ ഒരു വാൻസിൻ്റെ ഷൂസും കൂടെ നോക്കാമെന്ന് വിചാരിച്ചതായിരുന്നു. കാരണം അത് ജപ്പാൻ്റെ ഇതാണ്. അപ്പോൾ ഒനിറ്റ്സുക്കയ്ക്ക് പകരം ഒരു വാൻസിൻ്റെ ഷൂസും കൂടെ നോക്കാമെന്ന് വിചാരിച്ചാണ്. ഇപ്പോൾ LV വാങ്ങിയതിൻ്റെ സ്ഥിതിക്ക് ഇനി എനിക്കൊന്നും വേണ്ട. കുറച്ച് സ്കിൻ കെയറും കൂടെ നോക്കണം വിചാരിച്ചതാണ്. ഇനി സ്കിൻ കെയറും വേണ്ട, ഒന്നും വേണ്ട. പക്ഷെ ഭയങ്കര സന്തോഷം കേട്ടോ. ചെറിയ ബാഗാണെങ്കിലും വാങ്ങാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. യെസ്. അപ്പം മിത്തുവിന് ഇപ്പോൾ ഇവിടെ എന്തോ നല്ല ഭംഗിയുള്ള ഡ്രസ്സൊക്കെ ഉണ്ട്, നോക്കണം എന്ന് പറഞ്ഞിട്ട് പോവാണ്. ഇവിടെ ഇപ്പോൾ ഗോൾഡൻ വീക്കായ കാരണം H&Mൽ ഭയങ്കര ലാഭം എന്ന് പറഞ്ഞാൽ ഭയങ്കര ലാഭം. നമ്മുടെ നാട്ടിലൊക്കെ നല്ല റേറ്റ് അല്ലേ. ഇത് ഗോൾഡൻ വീക്കായ കാരണം ഓൾറെഡി ഇതിന് 40% ഓഫ്. ഭയങ്കര ലാഭം കേട്ടോ. അത് അറിയില്ല. ഗോൾഡൻ വീക്ക് എന്ന് പറഞ്ഞാൽ ചിലതിനൊക്കെ വില. ഞാൻ ഇന്ത്യയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ലാഭം എന്നാണ് പറയണേ. എല്ലാ ബ്രാൻഡും അങ്ങനെ ലാഭമല്ല, പക്ഷെ എന്നാലും ഇത് ഇപ്പം നല്ല ലാഭം. ഡ്യൂട്ടോറാണോ? അത് കോഫിയുടെ എല്ലാ
കാർഡ്, വെൽക്കം സുക്ക എന്ന് പറഞ്ഞ സുക്ക കാർഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ജപ്പാനിൽ എവിടെ വേണമെങ്കിലും മെട്രോയിൽ നമുക്ക് കറങ്ങാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിന് ഇടയ്ക്കിടയ്ക്ക് റീചാർജ് ചെയ്ത് കൊടുത്താൽ മതി. ആ ഒരു കാർഡ് ആദ്യം വാങ്ങിക്കുക, സ്റ്റേഷനിലൊക്കെ കിട്ടും. അത് കഴിഞ്ഞിട്ട് ഇതാ നമ്മളിങ്ങനെ ഓരോ പ്രാവശ്യം ടാപ്പ് ചെയ്യുക. അത് കഴിഞ്ഞ് ഏകദേശം അതിൽ ബാലൻസ് കാണിക്കും. പറ്റിയില്ലെങ്കിൽ തൊട്ടടുത്ത് ഇങ്ങനെ ATM പോലെ ഉണ്ടാവും, അത് റീചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. 500 രൂപയ്ക്കോ അങ്ങനെ ഓരോരുത്തർക്ക് റീചാർജ് ചെയ്യാം. അപ്പം അങ്ങനെ നമുക്ക് എവിടെ വേണമെങ്കിലും പോവാം. എത്ര പാസഞ്ചേഴ്സ് ഉണ്ടോ, ഇപ്പം നമ്മൾ 3 പേർക്കും 3 എണ്ണം തന്നെ വേണം. ഓരോ പ്രാവശ്യവും ടാപ്പ് ചെയ്യണം, ടാപ്പ് ചെയ്യാതെ പോകാൻ പറ്റില്ല. അങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെയും തിരിച്ച് വന്നിട്ട് തന്നെ നമുക്ക് ചെയ്യണം. പിന്നെ പൈസ പോകുന്നുണ്ട് കേട്ടോ, നമ്മുടെ നാട്ടിലെ മെട്രോ പോലെയും അല്ലെങ്കിൽ സ്റ്റേജിലെ പോലെ 10 രൂപ 20 രൂപ അല്ല, അത്യാവശ്യം നല്ല പോക്ക് തന്നെ പോകുന്നുണ്ട്. ഒരു ദിവസം ഒരാൾക്ക് 1000 രൂപ 1000 yen എന്നുള്ള രീതിയിൽ എന്തായാലും. പിന്നെ നമ്മൾ കറങ്ങണതിനനുസരിച്ച് ഞങ്ങൾ കുറേ കറങ്ങുന്നുണ്ട് അല്ലേ, മെട്രോ പിടിച്ച് ഞങ്ങൾ കുറേ സ്ഥലങ്ങൾ പോകുന്നുണ്ട്, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും. ഇപ്പൊ സമയം എത്രയായി? 10:20 ഇതാ നമ്മളിപ്പോ ഒക്കെ ഒന്ന് എല്ലാം ഒന്ന് തുറന്നിങ്ങനെ വെച്ചിരിക്കുകയാണ്. ഓരോന്നായിട്ട് ഇങ്ങനെ ഇരുന്ന് നോക്കുകയാണ്. ഇന്ന് വാങ്ങിച്ച സാധനങ്ങളും കാര്യങ്ങളും, ബാഗും ഷൂസും എല്ലാതും. അമ്മേ അത് കഴിഞ്ഞിട്ട് വേണം കുബേരന്റെ ഡ്രസ്സ് ഇടാൻ. ഇതാണ് നമ്മുടെ കുബേരൻ, ഇതാണ് നമ്മുടെ നൈറ്റ് സ്യൂട്ട്. അപ്പൊ ഇതിട്ടിട്ട് മിത്തു ഓൾറെഡി അതിട്ടിരിക്കുന്നത്. ആക്ച്വലി കുബേരനായിരുന്നു മുന്നിലുള്ളതൊക്കെ മേടിച്ചോട് കൂടി. കുബേരനായിരുന്നു. ഇവിടുന്ന് ജപ്പാനിൽ നിന്ന് പോകുമ്പോഴേക്കും കുചേലനാവുന്നാണ് തോന്നുന്നത്. സത്യം പറഞ്ഞല്ലേ, ഷോപ്പിംഗ് ആക്ച്വലി അതാ ഞങ്ങള് പറഞ്ഞ് ചെറുക്കിണ്ടായിരുന്നത്. ടോക്കിയോയിൽ പോയി കഴിഞ്ഞാൽ എല്ലാവരും മെയിനായിട്ട് പോയി കഴിഞ്ഞാൽ ടോക്കിയോ ടവറല്ലേ. ടോക്കിയോ ടവർ ദൂരെ നിന്ന് കണ്ട വഴിക്ക് തന്നെ സ്വപ്നോട് സ്വപ്പ് അങ്ങോട്ട് പഠിച്ചു. വേണ്ട കണ്ടില്ല, ഇനി നമുക്ക് ഷോപ്പിങ്ങിന് പോകാം. എന്റെ ദൈവമേ, ഇങ്ങനെ ഉണ്ടോ? അല്ല, ടോക്കിയോ ടവറിന്റെ മേലെ കാണുന്നത് 2 എണ്ണം ഞങ്ങൾ 2 സ്ഥലത്തുനിന്ന് കണ്ടു. ടോക്കിയോ മൊത്തം കാണുന്നത്. നമുക്കത് ഒന്ന് അങ്ങോട്ടൊക്കെ നടന്നു പോകണം. ഇനിയിപ്പോ നമുക്ക് ഇന്ന് ഷോപ്പിങ്ങിന് പോകാം, എന്നിട്ട് പിന്നെയും പോയി ഷോപ്പിങ്ങിന്. അതിന്റെ മോള് നോക്കി എന്നിട്ട് ഇനി ഇപ്പുറത്ത് ഇവിടെ പോയി നിന്നിട്ട് അത് കണ്ടു. ഇനി അതിന്റെ മോള് കയറി ഇപ്പുറത്തേക്ക് കാണാൻ വേറെ പണിയൊന്നുമില്ല. നമുക്ക് പോയിട്ട് കുറച്ചേരം കൂടി ഷോപ്പിംഗ് ചെയ്യാം. അതൊരു സാധനം മേടിച്ചു. അപ്പൊ അതാണ് ഉണ്ടായിരുന്നത് തമാശ. ജപ്പാനിൽ ഷോപ്പിംഗ് ചെയ്യുമ്പോ ഒരു ടാക്സ് ഫ്രീ സംഭവം ഉണ്ട്. അതായത് നമുക്കൊരു ടാക്സ് നമുക്ക് കുറച്ചൊരു എമൗണ്ട് ഒരു ഡിഡക്റ്റ് ആവും. 10% ടാക്സിന്റെ ഒരു ഡിഡക്ഷൻ വരുന്നുണ്ട്. അത് ശരിക്കുള്ള ഒരു ലാഭമാണ് നമുക്ക്. അത് ടൂറിസ്റ്റിനുള്ളതാണ്. അപ്പോൾ നമുക്ക് പാസ്പോർട്ട് നമ്മൾ കാണിച്ചു കൊടുക്കണം. അപ്പോൾ നമുക്ക് ആ ഒരു ഡിഡക്ഷൻ കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ പ്രൊഡക്റ്റിൻ്റെയും പ്രൈസിൻ്റെ മുകളിൽ 2 എമൗണ്ട് എഴുതിയിട്ടുണ്ടാവും. ഒന്ന് അവിടെയുള്ള എമൗണ്ട്, ഒന്ന് ടാക്സ് കുറച്ചിട്ടുള്ള എമൗണ്ട്. ആ ടാക്സ് കുറച്ചിട്ടുള്ള എമൗണ്ടാണ് നമുക്ക് അപ്ലൈ ആവുക. ആൾക്കാർ പറഞ്ഞ ചില വീഡിയോസിലൊക്കെ കണ്ടു, സീക്കോന്റെ വാച്ച് ആ നാട്ടിൽ 50,000 രൂപയുടെ ഇവിടെ 25,000 രൂപയ്ക്ക് കിട്ടും മെയ്ഡ് ഇൻ ചൈനയാണ്. അത് ഞങ്ങൾ നോക്കി. അതായത് നാട്ടിലെ മെയിൻ നല്ല സീക്കോന്റെ വാച്ച് ഉണ്ടല്ലോ, അങ്ങനത്തെ ഒക്കെ മെയ്ഡ് ഇൻ ജപ്പാനെ കാരണം ഇവിടെ 20,000 രൂപയ്ക്ക് കിട്ടും. അപ്പൊ ഞാൻ അതാണ് നോക്കാൻ വിചാരിച്ചത്. കാരണം അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് വാങ്ങിയാൽ പോരെ. പക്ഷേ ഒരു സ്റ്റോറിലാളും ഒന്നും പറഞ്ഞില്ല. അവര് പറഞ്ഞു 20,000. അപ്പൊ ഞങ്ങള് വേറെ സ്റ്റോർ പോയെന്ന് അവര് പറഞ്ഞു അത് എടുക്കണ്ട, അത് മെയ്ഡ് ഇൻ ചൈനയാണ്. അപ്പൊ തൊട്ടിപ്പുറത്ത് മെയ്ഡ് ഇൻ ജപ്പാൻ ഉണ്ട്, അതിനുണ്ട് 40-50 ഒക്കെ ഉണ്ട്. യെസ്, ഇനി നാളെ രാവിലെ നേരത്തെ നാളെ ഒരു വില്ലേജ് ടൂർ ആണ്. അപ്പൊ ക്യോട്ടോന്റെ ഏറ്റവും ഭംഗിയുള്ള വില്ലേജും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു വ്ളോഗ് നാളെ കാണിക്കാം. ഇത് ചുമ്മാ ഒരു വില്ലേജ് ടൂർ അല്ല, ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള സംഭവങ്ങൾ, മെയിൻ അട്രാക്ഷൻ ഒക്കെ. അതൊന്നും അറിയില്ല സംഭവം. ഇവരിങ്ങനെ കൊണ്ടുപോകും, ഞാനിങ്ങനെ പോവും. സോ തൽക്കാലം ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ.